ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യുഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ സി എസിനോട് അച്ചായൻ പറയണം, നീ എന്തായാലും വാ. എങ്ങോട്ടാണെന്ന് പറ അച്ചായ. അതൊക്കെ പറയാം. എന്തായാലും നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ. എങ്ങോട്ടാണെന്ന് പറയാതെ ഞാൻ എങ്ങനെയാ വരുന്നത്? അതൊക്കെ പറയാം. തനിക്ക് എന്നെ വിശ്വാസമില്ലേ? താൻ എന്തായാലും വണ്ടിയിലോട്ട് കയറ്. എങ്ങോട്ടാണെന്ന് പറ. അച്ഛൻ കയറ്. അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ അച്ചായനല്ലേ വിളിക്കുന്നത്. അങ്കിൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ അച്ഛനും കൂടെ ചെല്ല്. അത് കേട്ടതും ഒന്ന് പോടാ, എങ്ങോട്ടാണെന്ന് പറയാതെ ഞാനെങ്ങനെ പോകാനാ? അതൊക്കെ പറയാം. എന്തായാലും അച്ഛൻ വണ്ടി കയറ് എന്നും പറഞ്ഞുകൊണ്ട് അവർ നിർബന്ധിച്ച് വണ്ടിയിലേക്ക് കയറ്റുക. ഈ സമയം സി എസ്, എടാ മക്കളെ എങ്ങോട്ടാണെന്നെങ്കിലും ഒന്ന് പറ. അതൊക്കെ പറയാം. ഞാനേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുക. ഫ്രണ്ടിൻ്റെ വീടോ? ഏത് ഫ്രണ്ടിൻ്റെ വീട്? അതൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. അച്ചായ വെറുതെ കളിക്കല്ലേ. അച്ചായൻ എങ്ങോട്ടാ പോകുന്നതെന്ന് പറ. പറയാന്ന് പറഞ്ഞില്ലേ. എടോ, എനിക്ക് തന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, തൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് നമുക്ക് പോയാലോ? അച്ചായ വെറുതെ തമാശ പറയരുത്. എൻ്റെ ഭാര്യയുടെ വീട്ടിലേക്കൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല. അതെന്താ? ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് ഒന്നിച്ചിട്ടൊന്നുമില്ല. എനിക്കത് നേരത്തെ അറിയായിരുന്നു. പിന്നെ താൻ എന്തിനാടോ എന്നോട് കള്ളം പറഞ്ഞത്? എന്നെ പറഞ്ഞ് പറ്റിച്ച എന്തിനായിരുന്നു? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. താൻ എന്നെ പറഞ്ഞ് പറ്റിച്ചതിനുള്ള പരിഹാരം താൻ ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യണമെന്നാ പറയണേ? അതൊക്കെ പറയാം. താൻ എന്തായാലും വാ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കുറേ ദൂരം എത്തിയപ്പോൾ ഒരു വലിയ വീടിൻ്റെ മുന്നിൽ അവരെത്തി. ആ സമയം സി എസ്, ഇതാരുടെ വീടാച്ചായ? അതൊക്കെ പറയാന്നേ. ഇതാരുടെ വീടാന്ന് പറയാൻ. അത് കേട്ടതും നമ്മുടെ അച്ചായൻ, അതെ, തന്നെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കാമെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ സി എസ് ഞെട്ടി. എന്ത് കല്യാണോ? അതെ, കല്യാണം. എന്താടാ മോനെ ഇതൊക്കെ എന്നും സി എസ് കിരണിനോട് ചോദിക്കുക. അതെ അച്ഛാ, എന്തായാലും അച്ഛൻ അമ്മയുമായിട്ട് ഒന്നിക്കുന്ന ലക്ഷണമില്ല. അങ്ങനെയുള്ളപ്പോൾ അച്ഛൻ അമ്മയെ മനസ്സിലാക്കുന്നുണ്ട്, എന്നാൽ അമ്മ അച്ഛനെ മനസ്സിലാക്കുന്നില്ല. എന്തായാലും അങ്ങനെയുള്ളൊരു ഭാര്യയെ വേണ്ടാന്ന് വെക്കുന്നത് തന്നെയല്ലേ നല്ലത്. എടാ, നീ തന്നെയാണോ ഈ പറയുന്നത്? ഇത്രയും നാളും നീ എന്നോട് എന്താ പറഞ്ഞത്? അമ്മയല്ലാതെ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കരുതെന്ന്. ഇപ്പോൾ നിന്റെ സ്വഭാവം മാറിയോ? അതെ, അങ്കിൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അത് സത്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനും ഈ കല്യാണം അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചു. അതിനൊരു തെറ്റുമില്ലല്ലോ അച്ഛാ എന്നൊക്കെ പറയുവാണ്. ഇത് കേട്ടതും സി എസ്, അങ്ങനെയൊന്നും കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് വേറൊരു കല്യാണം വേണ്ട. അതെന്താ വേണ്ടാത്തത്? വേണം, തനിക്കൊരു കല്യാണം വേണം. തൻ്റെ ഭാര്യ തന്നെ മനസ്സിലാക്കുന്നില്ല. താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും തൻ്റെ ഭാര്യ എന്താ തന്നെ മനസ്സിലാക്കാത്തത്? അങ്ങനെയുള്ളപ്പോൾ ഞാൻ പറയുന്നത് താൻ അങ്ങ് അനുസരിക്കണം. താനൊരു കല്യാണം കഴിച്ച് കണ്ടിട്ട് വേണം എനിക്കിവിടെ നിന്ന് അമേരിക്കയ്ക്ക് പോകാൻ. അച്ചായ വെറുതെ തമാശ കളിക്കരുത്. അങ്ങനെ എനിക്ക് എൻ്റെ ഭാര്യയെ മറന്ന് മറ്റൊരു വിവാഹം കഴിക്കാൻ പറ്റില്ല. എടോ, തൻ്റെ ഭാര്യ തന്നെ മനസ്സിലാക്കുന്നില്ല. പിന്നെ താൻ എന്തിനാ അവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? എൻ്റെ അച്ചായ, എൻ്റെ ഭാര്യ എന്നെങ്കിലും എന്നെ മനസ്സിലാക്കി വരുമെന്ന് എൻ്റെ വിശ്വാസം. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ പറ്റുമോ? ചന്ദ്രസേന, തന്നെ ഞങ്ങൾ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. അങ്ങനെയുള്ളപ്പോൾ താൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ചന്ദ്രസേന, തൻ്റെ ജീവിതം നല്ല നിലയിൽ എത്തണമെന്നും താനൊരു നല്ല വലിയൊരാളായി മാറണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെയൊക്കെ സംഭവിച്ചു. തൻ്റെ ഭാര്യ വിട്ടിട്ട് പോയപ്പോഴും താൻ വലിയൊരു നിലയിലെത്തി. അമേരിക്കയിൽ വലിയൊരു ബിസിനസ്സുകാരനായി. പക്ഷേ താൻ ഒരു കാര്യം ചിന്തിക്കണം. തനിക്ക് നല്ലൊരു കുടുംബമില്ല, തന്നെ സ്നേഹിക്കാൻ ആരുമില്ല. അങ്ങനെയുള്ളപ്പോൾ താൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് ശരിയാണോ ചന്ദ്രസേന? അത് കേട്ടതും, പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, എനിക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അച്ചായ, ഇങ്ങനെയാണ് അച്ചായൻ്റെ പോക്കെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അച്ചായനെ ഇനി ഞാൻ കാണത്തേയില്ല. കണ്ടില്ലെങ്കിൽ വേണ്ടടോ. തന്നെ ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. തന്നോട് എനിക്കുണ്ടായിരുന്നത് ആത്മാർത്ഥ സ്നേഹബന്ധം. അങ്ങനെയുള്ളപ്പോൾ താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഈ ബന്ധം ഇതോടുകൂടെ അവസാനിപ്പിക്കാം. ഇനി താനുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിനും ഞാനില്ല. എന്താ, അതിന് തനിക്ക് സമ്മതമാണോ? അത് കേട്ടതും സി എസ് ഒന്ന് പതറി. അച്ചായനെ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങളില്ലാതെ എനിക്ക് പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ പറയുന്ന കാര്യങ്ങളും താൻ അനുസരിക്കണം. എന്തൊക്കെ സംഭവിച്ചാലും ശരി, താൻ ഇനി ഞാൻ പറയുന്നതനുസരിച്ചേ പറ്റൂ. ഇവിടെ ഞാൻ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണിനെ താൻ ഇന്ന് പെണ്ണ് കാണണം. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിത്തരും മുന്നിൽ നിന്ന്. അതൊന്നും വേണ്ട അച്ചായ, ശരിയാവില്ല. ശരിയാവുമെന്ന് പറഞ്ഞില്ലേ?
അപ്പോൾ നമ്മുടെ കിരണും കല്യാണിയും അതെ അച്ഛാ, എന്തായാലും അങ്കിൾ ഇത്രയും നിർബന്ധിക്കുന്നല്ലേ, അച്ഛൻ വാ. അമ്മയാണെങ്കിൽ അച്ഛനെ മനസ്സിലാക്കുന്നില്ല. അച്ഛൻ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും അമ്മയ്ക്കത് മനസ്സിലാവുന്ന പോലുമില്ല. അങ്ങനെയുള്ളപ്പോൾ ആ അമ്മയേക്കാൾ നല്ലൊരു സ്നേഹം ഉള്ള ഒരു പെണ്ണിനെ കിട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലത്. ഞങ്ങൾ അവരെ അമ്മയായിട്ട് സ്വീകരിക്കാൻ തയ്യാറാണ് എന്നൊക്കെ കല്യാണിയും പറയാം. അത് കേട്ടത് മോളെ, എല്ലാം അറിയുന്ന മോള് തന്നെ ഇങ്ങനെയൊക്കെ പറയണം. എല്ലാം അറിയുന്നെന്ന് വെച്ചാൽ അമ്മ അച്ഛനെ മനസ്സിലാക്കുന്നില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ഞാൻ എന്ത് പറയാനാച്ചാ, എന്തായാലും അച്ഛൻ ഇതിന് സമ്മതിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് സി എസിനെ നിർബന്ധിക്കുകയാണ്. പക്ഷെ സി എസ് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം തന്നെ ഞാൻ ഫ്ലൈറ്റ് കയറും, പിന്നെ മേല താനുമായിട്ടൊരു സുഹൃത്ത് ബന്ധം എനിക്കുണ്ടാവില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുക അച്ചായൻ. ശരി, എന്തായാലും ഞാൻ വരാം, വാ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് സി എസും നമ്മുടെ അച്ചായനും കിരണും കല്യാണിയും കൂടെ ആ വീടിനകത്തേക്ക് കയറുക. ഇതേ സമയം അതിനകത്തുനിന്ന് ഒരു നല്ല സുന്ദരിയായ പെൺകുട്ടി ചായയും കൊണ്ട് വരികയാണ്. ഭയങ്കര ചെറുപ്പക്കാരിയാ. അപ്പോൾ കല്യാണി, അച്ഛാ ദേ എന്തൊരു ചെറുപ്പ, നല്ല സുന്ദരിയുമാ, അമ്മയെക്കാളും സുന്ദരി, എന്ത് രസമാണ് പെണ്ണിനെ കാണാൻ. ദേ കല്യാണി, പെണ്ണെന്നൊന്നും പറയല്ലേ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അതെ നിൻ്റെ അമ്മായിയമ്മയാ. അത് ശരിയാണല്ലോ. എന്തായാലും എനിക്കിഷ്ടമായി. അപ്പോൾ കിരൺ, അതെ എനിക്കും ഇഷ്ടമായി. എൻ്റെ അമ്മയെ എന്നെ അമ്മയെന്ന് വിളിക്കാൻ സമ്മതിക്കുന്നില്ല, ഈ അമ്മയെങ്കിലും സമ്മതിച്ചാൽ അത്രയ്ക്ക് സന്തോഷം എന്നൊക്കെ പറഞ്ഞ് കിരൺ ഇങ്ങനെ സി എസിനെ കളിയാക്കുക. അപ്പോൾ ചായയും കൊണ്ട് അവർ സി എസിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക. അപ്പോൾ സി എസ് അവരുടെ മുഖത്തേക്കൊന്ന് നോക്കി, ഈശ്വര, എൻ്റെ രൂപ ഇതറിഞ്ഞ അവൾ സഹിക്കില്ല. അയാൾക്ക് ഞാനെന്ന് വെച്ച ജീവനാണെന്ന് ഞാൻ ഇവരോട് എങ്ങനെ പറയും? ഒരിക്കലും അത് പറയാൻ പാടില്ല എന്ന് മനസ്സിൽ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടെന്ന് അച്ചായനിടുന്നത്. ഈ അച്ചായനിത് എന്ത് ഭാവിച്ചാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സി എസ് ചായ പതുക്കെ എടുക്കുകയാണ്. എന്തായാലും പെണ്ണിനെ ചെറുക്കനെ ഇഷ്ടമായോ? അപ്പോൾ പെണ്ണ് നാണത്തോടെ അങ്ങോട്ട് മാറി നിൽക്കുക. ഈ നാണമാണ് എനിക്കിഷ്ടപ്പെട്ടത്. എന്തായാലും പെണ്ണിന് ചെറുക്കനെ ഇഷ്ടമായി, ദേ നാണിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ എന്നും അച്ചായൻ. അതെ, ഇതൊന്നും നടക്കില്ല എന്നും സി എസ്. അതെന്താടോ നടക്കാത്തത്? ദേ ഈ കല്യാണം നടക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് അച്ചായൻ അവിടെ നിന്ന് വാശി പിടിക്കുകയോ. ഈശ്വര, ഞാൻ എങ്ങനെ പറയും? എങ്ങനെയെങ്കിലും രൂപയുടെ കാര്യം ഇവരോട് പറഞ്ഞേ മതിയാവും. കിരണും കല്യാണി അറിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു കളി അവസാനിപ്പിക്കാം. ഇയാൾ എന്നെ കൊണ്ട് കെട്ടിക്കാൻ തന്നെ രണ്ടും കൽപ്പിച്ച് നടക്കുക. എന്തൊക്കെ വിചാരിച്ചാലും ശരി, ഞാൻ അതിന് സമ്മതിക്കില്ല. എനിക്ക് മറ്റൊരു വിവാഹം വേണ്ട. എൻ്റെ ഭാര്യയല്ലാതെ ഞാൻ മറ്റൊരു പെണ്ണിനെ ആലോചിച്ച് പോലും നോക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് ഇങ്ങനെ മനസ്സിൽ വിഷമിച്ചിരിക്കുക. അതേസമയം നമ്മുടെ കല്യാണിയോട് കിരൺ, അതെ കല്യാണി, ദേ അച്ഛൻ്റെ മുഖം ഒന്ന് നോക്കിയേ. എന്തായാലും അച്ഛനിപ്പോൾ അമ്മയുടെ കാര്യം നമ്മളോട് തുറന്നു പറയുന്നുള്ള കാര്യം ഉറപ്പാ. എനിക്ക് തോന്നുന്നില്ല കിരണേട്ടാ, ഇവിടം വരെ എത്തി, ചായ വരെ അച്ഛൻ്റെ അടുത്ത് കുടിച്ചു, എന്നിട്ടും അച്ഛനത് മിണ്ടിയോ? എനിക്ക് തോന്നുന്നു അച്ഛൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്ത് കാണും. എന്തൊക്കെ സംഭവിച്ചാലും ഏത് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും നാം അച്ഛനും അമ്മയും ഒന്നിച്ച വിവരം നമ്മൾ അറിയാൻ പാടില്ല എന്ന്. അതുകൊണ്ടാണ് അച്ഛൻ ഇവിടെ മൗനം പാലിക്കുന്നത്. നമുക്ക് നോക്കാം അച്ഛൻ എവിടം വരെ പോകുമെന്ന്. എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കിരണേട്ടാ എന്നും പറഞ്ഞ് അവരെല്ലാവരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ താരയാണ്. താര പതുക്കെ കിരണിൻ്റെയും കല്യാണിയുടെയും വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നേരെ സരയുവിൻ്റെ അടുത്തേക്ക് പോവുക. അവിടെ ശാരിയെ കാണാനായിട്ടല്ല പോകുന്നത്, സരയുവിനെ കാണാനായിട്ടാണ് കേട്ടോ. അപ്പോൾ വാതിൽ തുറന്നത് നമ്മുടെ ശാരി താരയെ കണ്ടതും, എന്താടി നിനക്ക് എന്താ വേണ്ടത് എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും താര, എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരുമോ എന്നും ചോദിക്കുക. നിൻ്റെ കുഞ്ഞോ? ഏതാടി നിൻ്റെ കുഞ്ഞ് എന്നും ശാരി ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ താര, ഇതാ എൻ്റെ മോള് സരയു, ഞാൻ പ്രസവിച്ച എൻ്റെ മോളാ. അത് കേട്ടതും രാഹുൽ അങ്ങോട്ട് വരിക. രാഹുൽ അത് കണ്ടപ്പോൾ ആകെ ഞെട്ടലോടുകൂടെ രാഹുൽ താരയെ തുറച്ചു നോക്കുക. പറയടി, നീ വരുമ്പോൾ ഇത് നിൻ്റെ മോളാണെന്ന് പറയുന്നുണ്ടല്ലോ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതേ ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മോളാ. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോളെ നിൻ്റെ മോളാണെന്ന് പറഞ്ഞാൽ അതെനിക്ക് സഹിക്കില്ല കേട്ടോ, നിന്നെ ഞാൻ തല്ലിക്കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് താരയെ പിടിച്ചൊരൊറ്റ ഉന്ത് കിട്ടിയതും താര അങ്ങ് തെറിച്ചു പോയി. ഇത് കണ്ടുകൊണ്ട് നിന്ന കിരണും കല്യാണിയും അപ്പുറത്തുനിന്ന് ഓടി വരിക. അയ്യോ, എന്തിനാ ആൻറ്റിയെ പിടിച്ച് തള്ളിയത്? ആൻറ്റി ദേ വരുന്നു, ഇതാണ് നിൻ്റെ മോള്. ഇത്രയും നാളും സംസാരശേഷി ഇല്ലാതെ ഇപ്പം സംസാരിക്കുന്ന ഇവള്. നിനക്കും സംസാരശേഷിയില്ല, ഇവൾക്കും സംസാരശേഷിയില്ല. അപ്പം തന്നെ നിനക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ ഇതാണ് നിൻ്റെ മോളെന്ന്. പിന്നെ നീ എന്തുദ്ദേശിച്ചാടി എൻ്റെ മോളുടെ അടുത്തേക്ക് വരുന്നത്? ഇന്നാ എടുത്തോണ്ട് പോ എന്നും പറഞ്ഞ് സരയുവിനെ പിടിച്ചൊരൊറ്റ തള്ള് ശാരി. അത് കണ്ടതും താര, മോളെ തള്ളല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ശാരിയോട് ദേഷ്യപ്പെടുക. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവളെ എൻ്റെ മോളാ, ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മോള്. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോള് മറ്റൊരുത്തിയുടെ മോളാണെന്നും പറഞ്ഞ് വന്നാ
അത് ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കണോ? ആൻറ്റി, നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കണ്ട. ഇതാരുടെ മകളാന്ന് ഞങ്ങൾക്കും എല്ലാവർക്കും നന്നായിട്ടറിയാം. പിന്നെ ആൻറ്റിക്ക് ഇനി അത് ആൻറ്റിയുടെ മോളല്ല എന്ന് തെളിയിക്കണമെങ്കിൽ DNA ടെസ്റ്റ് നടത്താം. അത് കേട്ടതും ഒരു ടെസ്റ്റിൻ്റെ ആവശ്യമില്ലടാ. എനിക്ക് ഒരു ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. ഇതേ എൻ്റെ മോളാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഏതോ ഒരുത്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച് എൻ്റെ മോൾ അവളുടെ മോളാണെന്ന് പറഞ്ഞാൽ അതും വിശ്വസിച്ച് ഞാൻ എൻ്റെ മോളെ സംശയിച്ച് DNA ടെസ്റ്റ് എടുക്കാൻ പോണോ? നടക്കില്ലടാ, നടക്കില്ല. ഇതേ എൻ്റെ മോളാ, എൻ്റെ മോള്. ഇല്ലെങ്കിൽ നീ ഇവളോട് ചോദിക്ക്. ശരി, ഇനിയിപ്പോൾ ഇവളാണ് അവളുടെ അമ്മയെന്ന് വിചാരിച്ചോട്ടെ. എൻ്റെ മോള് എന്നെ വിട്ട് പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഈ പിച്ചക്കാരത്തിനൊപ്പം ഞാൻ പോകാൻ പോകുമല്ലേ? അതും ഈ സംസാരശേഷിയില്ലാത്ത ഈ വൃത്തികെട്ട സ്ത്രീയോടൊപ്പം. വേലക്കാരിയായിരുന്ന സമയത്ത് ആരുടെയൊക്കെ കൂടെ കയറി നിരങ്ങിയതാണോ എന്തോ, ആർക്കറിയാം. അത് കേട്ടതും കല്യാണിയും കിരണും, നിർത്തടി, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ആരെക്കുറിച്ചാണ് ഈ പറയുന്നേ? അപ്പം രാഹുൽ, എൻ്റെ സരയു, നീ അകത്ത് വാ. നീ എന്തിനാ വെറുതെ വഴക്കിന് പോകുന്നേ? ഒന്നും മിണ്ടാതിരിക്കച്ചാ. ഇവള് എൻ്റെ അമ്മയാണെന്നും പറഞ്ഞ് വരുന്നുണ്ടല്ലോ. പല പ്രാവശ്യമായി ഞാനിത് കേൾക്കുന്നു. ഇനി ഇത് സഹിക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ അമ്മ ഇവിടെ നിൽക്കുമ്പോൾ, ജീവനോടെ ഇവിടെ നിൽക്കുമ്പോൾ ഇവളിങ്ങനെ വന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ചിലപ്പോൾ ഇവളെ കൊല്ലും. ജയിലിൽ പോയാലും വേണ്ടില്ല, ഇവളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും, അത് ഉറപ്പാ എന്നും പറഞ്ഞുകൊണ്ട് സരയു ആകെ ദേഷ്യപ്പെടുക. ഈ സമയം ശാരി, വാടി, ഇന്ന നിനക്ക് എൻ്റെ മോളെ വേണ്ടേ, ഇന്ന എടുത്തോണ്ട് പോ എന്നും പറഞ്ഞുകൊണ്ട് ശാരിയെ സരയനെ പിടിക്കുക. ഈ സമയം നമ്മുടെ കല്യാണി, എന്തിനാ ആ പാവത്തിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? ആൻറ്റി, ആൻറ്റി ഇങ്ങ് വാ. ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരൊന്നും ആൻറ്റിയെ മനസ്സിലാക്കുന്നില്ല. പിന്നെ എന്തിനാ ആൻറ്റി ഇത്ര വിഷമിച്ച് ഇങ്ങോട്ട് വരുന്നത്? അപ്പോൾ താര, എനിക്കെൻ്റെ മോളെ വേണം. എൻ്റെ മോളാ സരയു, എനിക്കത് നന്നായിട്ടറിയാം. ശരി, ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ആൻറ്റിയുടെ മോളാണെങ്കിൽ തന്നെ അവൾ വളർന്നത് വേറെ രീതിയിലാണ്. ആൻറ്റിയെ തല്ലാനും ചവിട്ടി തേക്കാനും ആൻറ്റിയെ കൊല്ലാനും പോലും മടിക്കാത്ത ഒരുത്തി അവൾ. അങ്ങനെയുള്ളപ്പോൾ ആൻറ്റി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ആൻറ്റി വീണ്ടും വീണ്ടും അവളുടെ അടുത്തേക്ക് വരുന്നത് ശരിയല്ല. DNA ടെസ്റ്റ് പോലും എടുക്കാൻ തയ്യാറാവാതെ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ കൂടുതലൊന്നും ചെയ്തിട്ട് കാര്യമില്ല ആൻറ്റി. അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ആൻറ്റിയുടെ മോള് ഞാനാണെന്നല്ല ആൻറ്റി ആദ്യം കരുതിയത്. അങ്ങനെ തന്നെ കഴിഞ്ഞാൽ മതി. ആൻറ്റിക്ക് ഞാനുണ്ട്, കിരണേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. ആൻറ്റി ഞങ്ങളെല്ലാവരും സ്നേഹിച്ച് ഞങ്ങളോടൊപ്പം നിൽക്ക്. എന്തായാലും എപ്പോഴാണെങ്കിലും അവൾ സത്യം അറിയുമല്ലോ. അന്നേരം അവൾ ആൻറ്റിയെ തേടി വരും. ദൈവം എന്ന് പറഞ്ഞൊരാൾ ചുമ്മാ ഇരിക്കുന്നതല്ല. ആൻറ്റി വാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി താരയും വിളിച്ച് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.